റീ റിപ്പീറ്റിയറിൽ ഇപ്പോൾ മിസ്റ്റേക്സ് മനസ്സിലായി എന്നുള്ള പറഞ്ഞു. എങ്ങനെയായിരുന്നു റീ റിപ്പീറ്റിയർത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ? ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയർ വെച്ചാൽ ഞാൻ നല്ലോണം ഇരുന്ന് പഠിച്ച് തന്നെ ചെയ്ത്. അപ്പം എനിക്ക് റീ റിപ്പീറ്റിൽ എല്ലാവരും ടെൻഷനാണ് മറ്റേതാണ്. അപ്പോൾ എനിക്ക് ടെൻഷൻ പൊതുവേ കുറച്ച് കുറവായിരുന്നു റീ റിപ്പീറ്റിംഗ് ടൈമിൽ. നിന്റെ റീൽ ഇട്ടപ്പോഴും എല്ലാവർക്കും അതാ പറയാണ്ടായി, ഭയങ്കര കൂൾ ടോപ്പർ. എനിക്ക് വലിയ ടെൻഷൻ തോന്നിയില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നത് എന്താ ഫസ്റ്റ് റിപ്പീറ്റ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡിൽ ഉള്ളവർക്ക് എന്താ വെച്ചാൽ സുഖമായിട്ട് കിട്ടുന്നുള്ളുണ്ട്. അപ്പോൾ ഓരോ മിസ്റ്റേക്ക് പോലും മനസ്സിലാക്കി തരുത്താൽ മതി. അപ്പോൾ റീ റിപ്പീറ്റിൽ എനിക്ക് എന്താ വെച്ചാൽ ഞാനിപ്പോൾ കറക്റ്റ് ഡോപ്പൻ്റെ ഇതിലായതുകൊണ്ട് അവിടെ കറക്റ്റ് ഷെഡ്യൂൾ ഉണ്ടാവില്ല. ആ ഷെഡ്യൂൾ വെച്ചാണ് പോയത്. കറക്റ്റ് എങ്ങനെ കറക്റ്റ് നമുക്കൊരു ഡെയിലി ലൈഫിൽ നമ്മൾ എന്താക്കണമെന്നല്ലേ നമുക്ക് ഉണ്ടാവില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീച്ച് പഠിച്ച് ആദ്യം അങ്ങനെ ചെയ്യാനില്ല. പക്ഷേ റിപ്പീറ്റ് ചെയ്യാൻ കയറിയപ്പോൾ ഇനി രാവിലെ എണീച്ച് പഠിക്കൽ നടക്കുന്നില്ല, എന്താ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ രാത്രി ഇരിക്കാൻ തുടങ്ങി. രാത്രി ഒരു 2 മണി വരെയൊക്കെ ഇരിക്കും. അപ്പോൾ രാത്രി 2 മണി വരെ ഇരിക്കും. രാവിലെ 8:30 ആകുമ്പോൾ ക്ലാസ് കയറുന്നതിൽ കറക്റ്റ് എല്ലാവരും പറയും പോലെ 6 മണിക്കൂർ ഉറക്കം, അത് മെയിൻ. അത് കുറയ്ക്കാൻ നോക്കും. അത് 6:30 ആക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ നോക്കും. ഉറക്കം ഒഴിവാക്കിയില്ല പരിപാടിയില്ല. അപ്പോൾ അവർ ഉറങ്ങിയിട്ട് കറക്റ്റ് ഒരു 6 മണിക്കൂർ ഉറങ്ങും. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് രാത്രി 2 മണി വരെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ കുറച്ച് പഠിക്കാനുണ്ടാവും. പഠിക്കുന്ന ടൈമിൽ വീഡിയോ ക്ലാസ് ആണ്, വീഡിയോ ക്ലാസ് കാണും. പിന്നെ ടെക്സ്റ്റ് വായിക്കും. അത് കഴിഞ്ഞ് കുറച്ച് പ്രാക്ടീസിനും കൊടുക്കും. എല്ലാത്തിനും കറക്റ്റ് ടൈം കൊടുക്കും. കുറച്ച് കൊടുക്കുമ്പോൾ പഠിക്കാനും കൊടുക്കും, പ്രാക്ടീസിനുള്ള ടൈം അതും കൊടുക്കും. അങ്ങനെ കറക്റ്റ് പോയത്.